വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 അക്കൗണ്ടൻസിയുടെ 5ാമത്തെ അധ്യായമായ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട് is a nominal account prepared for the purpose of closing accounts of assets and liabilities and to find out profit or loss on realization of assets and payment of liability. Realization account is a nominal account prepared for the purpose of closing accounts of assets and liabilities and to find out profit or loss on realization of asset and payment against liability. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ട് ആണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് മുന്നോടിയായിട്ട് നമ്മൾ 3rd ചാപ്റ്ററിലും 4th ചാപ്റ്ററിലും ഒരു നോമിനൽ അക്കൗണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ് ആ നോമിനൽ അക്കൗണ്ട്? ആ നോമിനൽ അക്കൗണ്ടിന്റെ പേര് എന്തായിരുന്നു? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും ഒരു നോമിനൽ അക്കൗണ്ട് ആയിരുന്നു. അതുപോലെ റിയലൈസേഷൻ അക്കൗണ്ടും എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ നോമിനൽ അക്കൗണ്ടുകളുടെ ഒരു പ്രത്യേകത എന്താ? ഒരു കോമൺ ഫീച്ചർ എന്താ? നോമിനൽ അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസോ ആയിരുന്നു കിട്ടിയിരുന്നത്. ലാഭമോ അല്ലെങ്കിൽ നഷ്ടമായിരുന്നു കിട്ടിയിരുന്നത്, പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴും നമുക്ക് ഒന്നല്ലെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് കിട്ടും. അതാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് കിട്ടും. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആയതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടും എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്താണ് തയ്യാറാക്കിയിരുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഏത് സമയത്താണ് തയ്യാറാക്കുക? ഡിസൊല്യൂഷന്റെ സമയത്താണ് തയ്യാറാക്കുക. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തിപ്പോകുന്ന സാഹചര്യത്തിലാണ് എന്ത് തയ്യാറാക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ് ആൻഡ് പേയ്മെന്റ് അഗൈൻസ്റ്റ് ലയബിലിറ്റി. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകളും ലയബിലിറ്റികളും ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകളും ലയബിലിറ്റിയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ഇങ്ങനെ അസറ്റുകളും ലയബിലിറ്റിയും ക്ലോസ് ചെയ്യുമ്പോൾ അതിലൂടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമുക്കറിയാം, ഡിസൊല്യൂഷന്റെ സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകളും ലയബിലിറ്റികളും വിൽക്കും. അസറ്റുകൾ വിൽക്കുകയും ലയബിലിറ്റികൾക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. ലയബിലിറ്റികൾ സെറ്റ് ഓഫ് ചെയ്യും, ലയബിലിറ്റികൾക്ക് പേയ്മെന്റ് നടത്തും. അസറ്റുകൾ വിൽക്കുകയും ഡിസൊല്യൂഷന്റെ സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകൾ വിൽക്കുകയും അതുപോലെ അവർക്കുള്ള ബാധ്യതകൾ, ആ പാർട്ട്ണർഷിപ്പിന്റെ ബാധ്യതകൾ അവർ കൊടുത്തു തീർക്കുകയും ചെയ്യും. ഇങ്ങനെ ഡിസൊല്യൂഷന്റെ സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകൾ വിൽക്കുന്നതിലൂടെയും ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിലൂടെയും ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അസറ്റുകൾ വിൽക്കുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ബാധ്യതകൾ കൊടുത്തു തീർത്തത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതും കൂടി കണ്ടെത്താനാണ്. അസറ്റുകൾ വിൽക്കുന്നതിലൂടെയും ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിലൂടെയും ലാഭമാണോ നഷ്ടമാണോ ഒരു ബിസിനസ്സിന് ഉണ്ടായത് എന്നും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോമാറ്റിനെ പോലെ തന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോമാറ്റും. രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഒരു ഐറ്റമാണ് അസറ്റ് ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ. ഡിസൊല്യൂഷൻ ചെയ്യാൻ പോകുന്ന ഏത് ബിസിനസ് ആണോ, ഏത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണോ നിർത്താൻ ഉദ്ദേശിക്കുന്നത്, ആ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിലെ ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഈ 3 അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ എവിടെ കാണിക്കും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡിസൊല്യൂഷന്റെ സമയത്ത് ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന, നിർത്താൻ പോകുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഈ 3 തരത്തിലുള്ള അസറ്റുകൾ ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം റെക്കോർഡ് ചെയ്യും. അപ്പോ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നത് ഡെബിറ്റ് സൈഡിൽ ആയിരുന്നുവെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താ രേഖപ്പെടുത്തുക? ക്രെഡിറ്റ് സൈഡിൽ, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ് ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ. ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന, നിർത്താൻ പോകുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലുള്ള എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, അതൊക്കെ നമ്മൾ ഇവിടെ കാണിക്കും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതാണ് ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന രണ്ടാമത്തെ ഐറ്റമാണ് ക്യാഷ്. അതിന്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പേയ്മെന്റ് അഗൈൻസ്റ്റ് ലയബിലിറ്റി. ഞാൻ പറഞ്ഞിരുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തി പോകുന്ന സാഹചര്യത്തിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് കൊടുത്തു തീർക്കാനുള്ള എല്ലാ ബാധ്യതകളും, എല്ലാ ലയബിലിറ്റികളും അവർ പേയ്മെന്റ് നടത്തും. എല്ലാ ബാധ്യതകളും അവർ കൊടുത്തു തീർക്കും. എല്ലാ ബാധ്യതകളും അവർ സെറ്റ് ഓഫ് ചെയ്യും. എല്ലാ ലയബിലിറ്റിയും അവർ സെറ്റ് ഓഫ് ചെയ്യും. എല്ലാ ലയബിലിറ്റീസിന്റെ എതിരെ അവർ പേയ്മെന്റ് നടത്തും. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തി പോകുന്ന സാഹചര്യത്തിൽ ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി അവരുടെ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്താൽ, അവരുടെ ലയബിലിറ്റിക്കെതിരെ പേയ്മെന്റ് നടത്തിയാൽ, അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് ക്യാഷ് അതിന്റെ ബ്രാക്കറ്റിൽ പേയ്മെന്റ് അഗൈൻസ്റ്റ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന രണ്ടാമത്തെ ഒരു ഐറ്റമാണ് ക്യാഷ്. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ക്യാഷ് റിസീവ്ഡ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്. നമ്മൾ ഡിസൊല്യൂഷന്റെ സമയത്ത് ബാധ്യതകൾക്ക് പണം കൊടുത്തതുപോലെ, ബാധ്യതകൾ കൊടുത്തു തീർത്തതുപോലെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കിടക്കുന്ന അസറ്റുകളെല്ലാം ഈ ഡിസൊല്യൂഷന്റെ സമയത്ത് വിൽക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തി പോകുന്ന സാഹചര്യത്തിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള അസറ്റുകളൊക്കെ, മിക്ക അസറ്റുകളും ആ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർമാര് വിൽക്കും. ഇങ്ങനെ ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്ണർഷിപ്പിലുള്ള അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് ക്യാഷ് അതിന്റെ ബ്രാക്കറ്റിൽ ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്, ക്യാഷ് റിസീവ്ഡ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്. അസറ്റ് വിറ്റപ്പോ കിട്ടിയ തുക എന്നതാണ് ക്യാഷ് റിസീവ്ഡ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയലൈസേഷന്റെ സമയത്ത്, ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്ണർഷിപ്പിലുള്ള അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന തുക നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി. ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന, നിർത്തിപ്പോകാൻ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഏതെങ്കിലും ഒരു ലയബിലിറ്റി, ഏതെങ്കിലും ഒരു ബാധ്യത, ഏതെങ്കിലും ഒരു പാർട്ട്ണർ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആണ് അതിന് ആ ബാധ്യത കൊടുത്തു തീർക്കുന്നതെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി. പാർട്ട്ണർഷിപ്പ് ബാധ്യതകൾക്ക് പണം കൊടുക്കുന്നതിന് പകരം
പാർട്ട്ണർഷിപ്പിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണറാണ് ബാധ്യതകൾക്ക് പണം കൊടുക്കുന്നതെങ്കിൽ, ലാബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ, പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ ലാബിലിറ്റികൾക്കെതിരെ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ, ലാബിലിറ്റീസിന് എഗനിസ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ, ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതെങ്കിൽ, ലാബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ, അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഡിസ്ചാർജ് ഓഫ് ലാബിലിറ്റി. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അസറ്റ് ടേക്കൺ ഓവർ. ഡിസൊല്യൂഷന്റെ സമയത്ത് നിർത്തിപ്പോകാൻ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു അസറ്റ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അസറ്റ് ടേക്കൺ ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഏതെങ്കിലും ഒരു അസറ്റ് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് ക്യാഷ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പേയ്മെന്റ് അഗൈൻസ്റ്റ് അൺറെക്കോർഡഡ് ലാബിലിറ്റി. ഡിസൊല്യൂഷന്റെ സമയത്ത് വരെ കണ്ടെത്താത്തൊരു ബാധ്യത, ഇതുവരെ രേഖപ്പെടുത്താത്തൊരു ബാധ്യത, പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്തൊരു ബാധ്യത ഡിസൊല്യൂഷന്റെ സമയത്ത് കണ്ടെത്തിയാൽ, ആ ബാധ്യതകൾക്കെതിരെ പേയ്മെന്റ് നടത്തിയാൽ, ആ ലാബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പാർട്ട്നേഴ്സ് ക്യാഷ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് പേയ്മെന്റ് അഗൈൻസ്റ്റ് അൺറെക്കോർഡഡ് ലാബിലിറ്റി. ഇതുവരെ കണ്ടെത്താത്തൊരു ലാബിലിറ്റി, ഇതുവരെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തൊരു ബാധ്യത റിയലൈസേഷൻ തയ്യാറാക്കുന്ന സമയത്ത് കണ്ടെത്തിയാൽ അത്തരം ലാബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് ക്യാഷ്. ബ്രാക്കറ്റിൽ കൊടുത്തത് എന്താണ്? റിയലൈസേഷൻ ഓൺ അൺറെക്കോർഡഡ് അസറ്റ്. ഇതുവരെ രേഖപ്പെടുത്താത്ത, ഇതുവരെ പാർട്ട്ണർഷിപ്പിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത ഒരു അസറ്റ്, ഒരു ആസ്തി ഡിസൊല്യൂഷന്റെ സമയത്ത് കണ്ടെത്തിയാൽ ആ അസറ്റ് ഡിസൊല്യൂഷന്റെ സമയത്ത് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് ക്യാഷ് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ ഓൺ അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് പ്രൊവിഷൻ എഗനിസ്റ്റ് ലാബിലിറ്റി. ലാബിലിറ്റികൾക്കെതിരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഉദാഹരണം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനായി നീക്കി വെച്ചിട്ടുള്ള ഡിസ്കൗണ്ട്, ഇതൊരു പ്രൊവിഷൻ എഗനിസ്റ്റ് ലാബിലിറ്റിയാണ്. ഇത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പ്രൊവിഷൻ എഗനിസ്റ്റ് ലാബിലിറ്റി. ലാബിലിറ്റികൾക്കെതിരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എവിടെ കാണിക്കും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് പ്രൊവിഷൻ എഗനിസ്റ്റ് അസറ്റ്. അസറ്റുകൾക്കെതിരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് പ്രൊവിഷൻ എഗനിസ്റ്റ് അസറ്റ്. ഉദാഹരണം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇതൊരു പ്രൊവിഷൻ എഗനിസ്റ്റ് അസറ്റ് ആണ്. ഡിസ്കൗണ്ടുകൾ, സൺട്രി ഡെപ്റ്റേഴ്സിനെതിരെ നമ്മൾ നീക്കി വെച്ചിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഇത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. മറ്റൊരു ഉദാഹരണമാണ് പ്രൊവിഷൻ എഗനിസ്റ്റ് അസറ്റിന് മറ്റൊരു ഉദാഹരണമാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇതൊക്കെ നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ പ്രൊവിഷൻ എഗനിസ്റ്റ് ലയബിലിറ്റി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, പ്രൊവിഷൻ എഗനിസ്റ്റ് അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് ക്യാഷ്. അതിന്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പേയ്മെന്റ് എഗനിസ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷന്റെ സമയത്ത്, ഡിസൊല്യൂഷന്റെ സമയത്ത്
ഒരു പാർട്ട്ണർഷിപ്പിന് അതിനോടനുബന്ധിച്ച് ചില ചിലവുകൾ ഉണ്ടാവും, ചില എക്സ്പെൻസുകൾ ഇൻക്വയർ ആവും. ആ എക്സ്പെൻസുകൾക്ക് പേയ്മെന്റ് നടത്തുമ്പോൾ റിയലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾക്ക് പണം കൊടുക്കുമ്പോൾ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതാണ് ക്യാഷ് അതിന്റെ ബ്രാക്കറ്റിൽ പേയ്മെന്റ് അഗൈൻസ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടുക, ലോസ് എപ്പോഴാണ് കിട്ടുക എന്ന് നമ്മൾ തിരിച്ചറിയണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡ് കൂടിയാലാണ് നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടുക, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് റിയലൈസേഷൻ ലോസ് കിട്ടുക എന്ന് നമ്മൾ തിരിച്ചറിയണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടും. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്, റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്, ലാഭമാണ് കിട്ടുക. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ ലോസ് കിട്ടും, നഷ്ടം കിട്ടും, ലോസ് കിട്ടും. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ ലോസ് ആണ്, അഥവാ നഷ്ടമാണ് നമുക്ക് കിട്ടുക, ലോസ് ആണ് കിട്ടുക. അപ്പൊ ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റിനെ കുറിച്ച്, അതിന്റെ സ്പെസിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ചെയ്തു നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നുണ്ട്, റിനീഷ അതുപോലെ തന്നെ ആര്യ 2 പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റും ആ ബാലൻസ് ഷീറ്റിന്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. നമ്മളോട് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്നുണ്ട്, നിർത്തി പോകുന്നുണ്ട്. അപ്പൊ നമ്മളോട് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരച്ചു വെക്കലാണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്കറിയാം, 2 സൈഡിലും ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഒരു റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ് എന്തിന്റെ ഫോർമാറ്റും, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റും. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ എന്താണ് കാണിക്കുക, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യങ്ങൾ എന്താണ്? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഇവരുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ അസറ്റുകളെല്ലാം നമ്മൾ എവിടെ രേഖപ്പെടുത്തും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഏതൊക്കെ അസറ്റുകൾ ഒഴികെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ, ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ എവിടെ രേഖപ്പെടുത്തും? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള അസറ്റുകൾ ആയ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അതിന്റെ വാല്യൂ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, 10,000 10,000. അതുപോലെ ഡെപ്റ്റേഴ്സ് 20,000. അതുപോലെ സൺട്രി അസറ്റ് 53,000. ഇത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ അസറ്റുകൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ക്രെഡിറ്റ് സൈഡിൽ എന്താ കാണിക്കേണ്ടത്? ഈ അസറ്റുകളൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന തുക നമ്മൾ എവിടെ കാണിക്കണം? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിന്റെ തൊട്ട് താഴെയായിട്ട് പറയുന്നുണ്ട് സ്റ്റോക്ക് റിയലൈസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം വിറ്റിട്ട് കിട്ടിയ തുക എന്നതാണ്. സ്റ്റോക്ക് നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ വിറ്റിട്ട് കിട്ടിയത് 9,000 രൂപയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് റിയലൈസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് വിറ്റപ്പോൾ നമുക്ക് 9,000 രൂപ കിട്ടി. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് സൺട്രി അസറ്റ്
സൺട്രി അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ ഓഫ് സൺട്രി അസറ്റ്, റിയലൈസേഷൻ ഓഫ് സൺട്രി അസറ്റ്. സൺട്രി അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കും. 45,000, 45,000. അപ്പോ അസറ്റുകൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് രേഖപ്പെടുത്തും? ലയബിലിറ്റീസ് രേഖപ്പെടുത്തും. ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രമേ നമ്മൾ എവിടെ രേഖപ്പെടുത്തുള്ളൂ? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എമൗണ്ട് ആയ 60,000, 60,000 നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതും. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയത് അസറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ തുക നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതിനുശേഷം ലയബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതി. അതിനുശേഷം ലയബിലിറ്റീസിന് എഗനിസ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. ലയബിലിറ്റീസ് നമ്മൾ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റീസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ആ ലയബിലിറ്റീസിന് എഗനിസ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുൾ, ക്രെഡിറ്റേഴ്സിന് മുഴുവൻ പണം കൊടുത്തു. അത് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാഷ് ബ്രാക്കറ്റിൽ ചെയ്ത ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുൾ, ക്രെഡിറ്റേഴ്സിന് മുഴുവൻ പണം കൊടുത്തു 60,000 രൂപ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താനുള്ള അവസാനത്തെ ഒരു ഐറ്റമാണ് ക്വസ്റ്റ്യനിലെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട്. റിയലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ഉണ്ട് 2,000 രൂപ. ഇതിന് പേയ്മെന്റ് നടത്തിയ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിയലൈസേഷൻ ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് 2,000 രൂപ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഫില്ല് ചെയ്യും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കാണിക്കുക എന്താ? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതിന്റെ ബുക്ക് വാല്യൂ, സ്റ്റോക്ക് ഇൻ ആൻഡ് ഡെപ്റ്റേഴ്സ്, സൺട്രി അസറ്റ് തുടങ്ങിയ അസറ്റുകളൊക്കെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. അതിനുശേഷം അസറ്റുകളൊക്കെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഈ അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന തുക, റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണിക്കും. ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്റ്റോക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ സ്റ്റോക്ക് റിലീസ്ഡ് എന്ന് പറയുന്നത് 9,000 രൂപ കാണിച്ചു. അതുപോലെ തന്നെ സൺട്രി അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് 45,000 രൂപ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ ഓഫ് സൺട്രി അസറ്റ് എന്ന് പറഞ്ഞിട്ട് 45,000 രൂപ കാണിച്ചു. ഇങ്ങനെ അസറ്റുകൾ കാണിച്ചതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് കാണിക്കണം, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കാണിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടും റിസർവ് ഫണ്ടും എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അല്ല, ക്രെഡിറ്റേഴ്സ് ഒക്കെയാണ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് അറിയപ്പെടുന്നത്. റിസർവ് ഫണ്ടൊക്കെ നമ്മൾ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കാണിക്കില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 60,000 രൂപ ബുക്ക് വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റേഴ്സിന് മുഴുവൻ പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുൾ 60,000 കാണിച്ചു. അതിനുശേഷം ക്വസ്റ്റ്യനിലെ അഡീഷണൽ ഇൻഫർമേഷനിൽ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് 2,000 രൂപ. ആ റിയലൈസേഷൻ എക്സ്പെൻസിന് പണം കൊടുത്തത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ 2,000 രൂപ കാണിച്ചു. ഇനി എന്താ പണി ചെയ്യേണ്ടത്? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട പരിപാടി? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഞാൻ പറഞ്ഞിരുന്നു റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ ലോസ് ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് റിയലൈസേഷൻ ലോസ് ആണ് കിട്ടുക. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയാൽ റിയലൈസേഷൻ ലോസ് ആണ് കിട്ടുക.
റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് കിട്ടുക. ഈ ക്വസ്റ്റ്യനിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 1,45,000 എന്ന് കിട്ടും. ഈ എമൗണ്ടിനെ, ഈ സെയിം എമൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് കോളത്തേക്ക് എഴുതുക 1,45,000. ഇനി നമുക്ക് റിയലൈസേഷൻ ലോസ് എത്രയാണെന്ന് കണ്ടെത്തണം. 1,45,000 നിന്ന് 9,000, 45,000, 60,000 നമ്മൾ ലെസ് ചെയ്യും. അങ്ങനെ ലെസ് ചെയ്ത് നമുക്ക് 31,000 എന്ന് കിട്ടും. 31,000, 31,000. ഈ 31,000 എന്താണ്? റിയലൈസേഷൻ ലോസ് ആണ് അല്ലെ. റിയലൈസേഷൻ ലോസ് ആണ് എന്ത്? 31,000 രൂപ. 31,000 റിയലൈസേഷൻ ലോസ് ആണ്. ഈ റിയലൈസേഷൻ ലോസ് റിനീഷ അതുപോലെ തന്നെ ആര്യ എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 3:2 പ്രകാരം വീതിക്കും. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് 3:2. ഈ ഒരു റേഷ്യോ പ്രകാരമാണ് ഈ 31,000 രൂപ അവർ വീതിക്കുക. അപ്പോ 3:2 പ്രകാരം ഈ ഒരു ലോസിനെ, 31,000 എന്ന് പറയുന്ന ലോസിനെ വീതിക്കുമ്പോൾ റിനീഷയ്ക്ക് 18,600 അതുപോലെ തന്നെ ആര്യയ്ക്ക് 12,400 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.